നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. LDC, LGS, സെക്രട്ടേറിയറ്റ് OA ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. 100-ലധികം ഫാക്ട്സ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ട്. എല്ലാം PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം ഞാൻ 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് ആണ് പറയാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ അപര്യാപ്തതാ രോഗങ്ങളാണ്. ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് നിശാന്തത, സ്കർവി എന്നിവ. എന്തിൻ്റെ അപര്യാപ്തതാ രോഗങ്ങൾ? ജീവകങ്ങളുടെ അപര്യാപ്തതാ രോഗങ്ങൾ. ജീവകം A1ന്റെ അപര്യാപ്തതാ രോഗമാണ് നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്. ജീവകം സിയുടെ അപര്യാപ്തതാ രോഗമാണ് സ്കർവി. അപ്പൊ ജീവകം A1ന്റെ അപര്യാപ്തതാ രോഗമാണ് മാലക്കണ്ണ് അഥവാ നിശാന്തത. ജീവകം A2ന്റെ അപര്യാപ്തതാ രോഗമാണ് സിറോഫ്താൽമിയ. ജീവകം B1ന്റെ അപര്യാപ്തതാ രോഗം ബെറിബെറിയാണ്, ബെറിബെറി. ജീവകം B3യുടെ അപര്യാപ്തതാ രോഗം ഏതാണ്? പെല്ലഗ്ര ബാധിക്കുന്ന അവയവം ഏതാ? ത്വക്ക്. സ്കിന്നിനെ ബാധിക്കുന്ന ഡിസീസാണ് പെല്ലഗ്ര. ജീവകം B9ന്റെ അപര്യാപ്തതാ രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ജീവകം B9ന്റെ അപര്യാപ്തതാ രോഗം ഏതാണ്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12ന്റെ അപര്യാപ്തതാ രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയ. ജീവകം സിയുടെ അപര്യാപ്തതാ രോഗം സ്കർവിയാണ്. ജീവകം സിയുടെ അപര്യാപ്തതാ രോഗം. ജീവകം ഡിയുടെ അപര്യാപ്തതാ രോഗം റിക്കറ്റ്സിന്റെ മലയാളം എന്താ? കണാരോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? അസ്ഥിയെ ബാധിക്കുന്ന രോഗമാണ് കണ. ജീവകം ഇയുടെ അപര്യാപ്തതാ രോഗമാണ് വന്ധ്യത. ജീവകം കെയുടെ അപര്യാപ്തതാ രോഗമാണ് ഹീമോഫീലിയ. ഇനി ഇരുമ്പിന്റെ അപര്യാപ്തതാ രോഗമാണ് അനീമിയ അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ അപര്യാപ്തതാ രോഗം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? അനീമിയയാണ്. തൈറോക്സിന്റെ അപര്യാപ്തതാ രോഗമാണ് ഗോയിറ്റർ. അല്ലെങ്കിൽ ചോദിക്കും അയോഡിന്റെ അപര്യാപ്തതാ രോഗം ഏത്? ഗോയിറ്റർ ആണ്, ഗോയിറ്റർ. ഇനി ഇവിടെ ഓപ്ഷൻ എ ജനിതക രോഗങ്ങൾ, ജെനറ്റിക് ഡിസീസസ്. ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ എന്നിവ. സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ എന്നിവ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. സിക്കിൾ സെൽ അനീമിയ മലയാളം എന്താണ്? അരിവാൾ രോഗം. ഈ അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലാണ് അരിവാൾ രോഗികൾ അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിക് പേഷ്യൻസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ല. ഇനി മറ്റൊരു ജനിതക രോഗമാണ് ക്ലിൻഫിൽറ്റർ സിൻഡ്രോം. ഇതിന്റെ ക്രോമസോം സംഖ്യ ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുരുഷന്മാരിൽ ലിംഗ ക്രോമസോമിൽ ഒന്നായ X ഒരെണ്ണം കൂടുന്ന അവസ്ഥയാണ് ക്ലിൻഫിൽറ്റർ സിൻഡ്രോം. സാധാരണ ക്രോമസോം 46 എണ്ണമാണ്. അപ്പോൾ പുരുഷന്മാരിൽ X ക്രോമസോം ഒന്ന് കൂടുതലായിരിക്കും. അപ്പോൾ ടോട്ടൽ ക്രോമസോമുകളുടെ എണ്ണം എത്രയായിരിക്കും? 47 വരും. 47. ക്ലിൻഫിൽറ്റർ സിൻഡ്രോം ഉള്ള ഒരാളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 47 ആണ്. 47. ഇനി സ്ത്രീകളിൽ ലിംഗ ക്രോമസോമിൽ ഒന്ന് കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ടർണർ സിൻഡ്രോം. ഇതൊക്കെ ജനറ്റിക് ഡിസീസസ് ആണ്. ടർണർ സിൻഡ്രോം. അപ്പോൾ ഒരു ക്രോമസോം കുറയുക. അപ്പോൾ ടർണർ സിൻഡ്രോം ഉള്ള ഒരാളുടെ ശരീരത്തിലെ ക്രോമസോമിന്റെ എണ്ണം എത്രയാണ്? 45 കാണത്തുള്ളൂ. 45. മറ്റൊരു ജനറ്റിക് ഡിസീസ് ആണ് ഡൗൺ സിൻഡ്രോം. 21ാമത്തെ സ്വരൂപ ക്രോമസോമിൽ ഒന്ന് കൂടുന്ന അവസ്ഥ. അപ്പോൾ ക്രോമസോം ഒന്ന് കൂടുന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം എത്രയായിരിക്കും? 47 ആയിരിക്കും. 47. ഡൗൺ സിൻഡ്രോം ഉള്ള ആളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 47 ആണ്. 47. അടുത്ത ഓപ്ഷൻ ബി തൊഴിൽ ജന്യ രോഗങ്ങളാണ്.
തൊഴിൽജന്യ രോഗം എന്ന് പറയുമ്പോൾ തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ് തൊഴിൽജന്യ രോഗം. ഉദാഹരണം ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസിസ് എന്ന രോഗം ആസ്ബറ്റോസ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ഏത്? ആസ്ബറ്റോസിസ്. സിലിക്കോസിസ്. സിലിക്കോസിസ് എന്നാൽ ഖനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുണ്ടാകുന്ന രോഗമാണ് ഏത്? സിലിക്കോസിസ്. അതിൽ തന്നെ കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ഏതാ? ന്യൂമോകോണിയോസിസ്. ന്യൂമോകോണിയോസിസ്. ആസ്ബറ്റോസിസ് എന്താണ്? തൊഴിൽജന്യ രോഗമാണ്. സിലിക്കോസിസ് തൊഴിൽജന്യ രോഗമാണ്. ഓർക്കുക. പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ പനികൾ. എലിപ്പനി ഒഴിച്ചുള്ള പനികളൊക്കെ വൈറസ് ആണ്. ജലദോഷം, പന്നിപ്പനി, എബോള, ഇൻഫ്ലുവൻസ, അഞ്ചാം പനി, പക്ഷിപ്പനി, ഡെങ്കിപ്പനി ഇവയൊക്കെ വൈറസ് രോഗങ്ങളാണ്. എലിപ്പനി ബാക്ടീരിയ രോഗമാണ്. അപ്പൊ ജലദോഷം വൈറസ് രോഗമാണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്ടീരിയ എന്നാണ് പറഞ്ഞത്. ജലദോഷം പരത്തുന്നത് വൈറസ് ആണ്. വൈറസ് രോഗമാണ് ഏത്? ജലദോഷം. ഇപ്പൊ ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, ജലദോഷം, മുണ്ടിനീര്, പന്നിപ്പനി, പക്ഷിപ്പനി, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ, പോളിയോ, ഇൻഫ്ലുവൻസ, അഞ്ചാം പനി ഇവയൊക്കെ, കുരങ്ങുപനി ഇവയൊക്കെ വൈറസ് രോഗങ്ങളാണ്. വൈറസ് രോഗങ്ങൾ. കുരങ്ങുപനി പരത്തുന്ന രോഗകാരി ഫ്ലാവി വൈറസ് ആണ്. പന്നിപ്പനി പരത്തുന്ന രോഗകാരി H1N1 വൈറസ് ആണ്. പക്ഷിപ്പനി പരത്തുന്ന രോഗകാരി H5N1 വൈറസ് ആണ്. H5N1. ചിക്കൻ പോക്സ് പരത്തുന്ന രോഗകാരി വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ്. വാരിസെല്ല സോസ്റ്റർ. ജലദോഷം പരത്തുന്ന രോഗകാരി റൈനോ വൈറസ് ആണ്. റൈനോ വൈറസ്. ഇനി പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? ചുണങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി, ആണി രോഗം ഇവയൊക്കെ പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങളാണ്. ഇനി പ്രധാനപ്പെട്ട പ്രോട്ടോസോവ രോഗങ്ങൾ ഏതൊക്കെ? മലമ്പനി പ്രോട്ടോസോവ രോഗമാണ്. മലമ്പനി അഥവാ മലേറിയ, മന്ത് ഇവയൊക്കെ പ്രോട്ടോസോവ രോഗങ്ങളാണ്. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയുടെ പേരെന്താ? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്നതാണ് മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയുടെ പേര്. ഇനി പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെ? ഏറ്റവും പ്രധാനപ്പെട്ടത് എലിപ്പനിയാണ്. എലിപ്പനി ബാക്ടീരിയ രോഗം. ആന്ത്രാക്സ്, ടെറ്റനസ്, കുഷ്ഠം, ന്യൂമോണിയ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, ട്രക്കോമ, ഗണേറിയ, കോളറ, കുഷ്ഠം, പ്ലേഗ് ഇവയൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഒരു ചോദ്യത്തിൽ തന്നെ ഏകദേശം 50-ലധികം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? ഇത് 7ാം ക്ലാസ് SERT സയൻസ് മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ആ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതൊക്കെയാ? പവിത്ര, അന്നപൂർണ എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ. അപ്പൊ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതൊക്കെ? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവ സങ്കര ഇനം നെല്ലിനങ്ങളാണ്. ഓപ്ഷൻ എ ലോല, മാലിക എന്നിവ സങ്കര ഇനം പയറിനങ്ങളാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ പയർ ഇനങ്ങളാണ്. കിരൺ അർക്ക എന്നിവ വെണ്ടയാണ്. കിരൺ അർക്ക, അനാമിക, സൽകീർത്തി എന്നിവ വെണ്ടയാണ്. സൂര്യശ്വേത കളറിന്റെ പേരാണ് ഈ സൂര്യശ്വേത. ഹരിത, നീലിമ എന്നിവ വഴുതനയാണ്. വഴുതന. തക്കാളി, സങ്കര ഇനം തക്കാളി. മുക്തി, അനഘ, അക്ഷയ. മുക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനഘ, അക്ഷയ എപ്പോഴും ചോദിക്കാറുണ്ട്. മുക്തി, അനഘ, അക്ഷയ സങ്കര ഇനം തക്കാളിയാണ്. പ്രിയങ്ക പാവലാണ്. പാവം പ്രിയങ്ക എന്ന് ഓർത്താൽ മതി. പ്രിയങ്ക പാവലാണ്. സങ്കര ഇനം തെങ്ങിനങ്ങളാണ്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവ സങ്കര ഇനം തെങ്ങിനങ്ങളാണെന്ന് ഓർക്കുക. തെങ്ങിനങ്ങൾ. ഓക്കെ. അടുത്ത ചോദ്യം. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പ്ലാസ്റ്റിക് മണ്ണിൽ കിടക്കുമ്പോൾ വിഘടിക്കുന്നില്ല. ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു. ശരി. മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു. ശരി. വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. ഇത് മൂന്നും ശരിയാണ്. ഫലപുഷ്ടിയൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. പ്ലാസ്റ്റിക് കണ്ടെത്തിയതാരാ? അലക്സാണ്ടർ പാർക്സ്.
അലക്സാണ്ടർ പാർക്സ് ആണ് പ്ലാസ്റ്റിക് കണ്ടെത്തിയത്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. ബേക്ക്ലൈറ്റ്. ലിയോ ബേക്ക്ലൈറ്റ് എന്ന ശാസ്ത്രജ്ഞനാണ് ബേക്ക്ലൈറ്റ് എന്ന ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് നിർമ്മിച്ചത്. പ്ലാസ്റ്റിക് 2 തരത്തിലുണ്ട്. തെർമോ പ്ലാസ്റ്റിക്കും ഉണ്ട്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഉണ്ട്. SCERT 8th സ്റ്റാൻഡേർഡ് തെർമോ പ്ലാസ്റ്റിക്, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് അത് പറയുന്നുണ്ട്. തെർമോ പ്ലാസ്റ്റിക് എന്നാൽ ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക്. ഉദാഹരണം ഏതൊക്കെയാണ്? PVC, നൈലോൺ, പോളിത്തീൻ മുതലായവ. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതൊക്കെയാ? പോളിസ്റ്റർ, ബേക്ക്ലൈറ്റ് മുതലായവ. പോളിസ്റ്റർ, ബേക്ക്ലൈറ്റ് മുതലായവ. പ്ലാസ്റ്റിക് ലയിക്കുന്ന ദ്രാവകം ഏത്? ക്ലോറോഫോം. ക്ലോറോഫോം എന്ന ദ്രാവകത്തിൽ പ്ലാസ്റ്റിക് ലയിക്കുന്നു. ഇനി പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാ? മൈക്രോൺ ആണ്. മൈക്രോൺ. പ്ലാസ്റ്റിക്കുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാ? മൈക്രോൺ. PVC കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം ഏത്? ഡയോക്സിൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. PVC കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ്? ഡയോക്സിൻ ആണ്. ഡയോക്സിൻ. അടുത്ത ചോദ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാ? കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവ. SCERT-യിലുള്ളതാണ് ധാതു ലവണങ്ങൾ. അതിൽ കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ഡ്യൂട്ടി പറയുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെ? കാൽഷ്യം, ഫോസ്ഫറസ്. അടുത്ത രണ്ടാമത്തത് സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന മൂലകം ഏത്? സോഡിയം ആണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന മൂലകം ഏതാണ്? സോഡിയം. ഇനി നാലാമത്തത് അയഡിൻ ആണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്ന മൂലകം ഏതാണ്? അയഡിൻ ആണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് മാനസിക വളർച്ചയ്ക്ക് എന്നിവയ്ക്ക് സഹായിക്കുന്ന മൂലകം ഏതാണ്? അയഡിൻ. ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മൂലകം. സ്ഥിരം ചോദ്യമാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക് എന്നിവ. മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക് എന്നിവ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുജാലങ്ങളാണ്. നമ്മുടെ SCERT-യിലുണ്ട് വംശനാശ ഭീഷണി നേരിടുന്നവ: അശോകമരം, മരമഞ്ഞൾ, മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി വേഴാമ്പൽ എന്നിവ. അറ്റുപോയ കണ്ണികൾ, അതായത് വംശനാശം സംഭവിച്ചവയാണ് സഞ്ചാരിപ്രാവ്, ക്വാഗ, ഡോഡോ എന്നിവ. സഞ്ചാരിപ്രാവ്, ക്വാഗ, ഡോഡോ എന്നിവ വംശനാശം സംഭവിച്ചവയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക്, അശോകമരം, പിന്നെ മരമഞ്ഞൾ, വരയാട്, സിംഹവാലൻ കുരങ്ങ് മുതലായവയാണ്. ഓക്കെ, 100-ലധികം ഫാക്ട്സ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.